കൂമൻ അതുപോലെ 12th മാൻ എന്നീ പടങ്ങളൊക്കെ എഴുതിയ കൃഷ്ണകുമാറിൻ്റെ രചനയിൽ ജീത്തു ജോസഫ് സംവിധാനം ചെയ്തു വന്ന മുഴുനീള കോമഡി സിനിമയാണ് നുണക്കുഴി. ഇത് ഈ പടം എൻ്റെ ഇത് ഒരു ലൈനെന്ന് പറഞ്ഞാൽ, ഒരു നുണ ഒരാൾ പറയുന്നു, സ്വന്തം നിലനിൽപ്പിന് വേണ്ടി നുണ പറയുന്നു. ആ നുണ വേറൊരാളെ ബാധിക്കുന്നു, അപ്പോൾ അയാൾ വേറൊരു നുണ പറയുന്നു. ആ നുണ വേറൊരാളെ ബാധിക്കുന്നു. ഇങ്ങനെ ഒരുപാട് നുണകൾ ഇങ്ങനെ കണക്ട് ചെയ്ത് വന്നിട്ട് നുണകൾക്ക് മേൽ നുണകളായി അതൊരു നുണ കൂമ്പാരമായിട്ട് വന്നിരിക്കുന്ന ഒരു കഥയാണ് ഇതിലുള്ളത്. വലിയ കഥയോ ലോജിക്കൊന്നുമില്ല, അങ്ങനെ നോക്കണ്ട. പക്ഷേ ചിരിക്കാൻ ഇവർ എഴുതി പിടിപ്പിച്ച് വെച്ചിരിക്കുന്നതിനേക്കാളും കൂടുതൽ ഇവരുടെ ഈ അഭിനയിക്കുന്നവരുടെ എക്സ്പ്രഷനും അവരുടെ ചില സമയത്തുള്ള കൗണ്ടറൊക്കെ കൊണ്ടിട്ട് ത്രൂ ഔട്ട് നമുക്ക് ചിരി ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സിനിമ കുറച്ചുകൂടി നന്നാക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. കാരണം ഇത് പിടിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ പഴയ പ്രിയദർശന സിനിമകളിലെ പോലെ കുറേ കഥാപാത്രങ്ങളെ ഒരുപാട് കഥാപാത്രങ്ങൾ അവിടെ ഇവിടെയും കിടക്കുന്നവരെല്ലാവരും കൂടി ഏതെങ്കിലും ഒരു വിഷയത്തിൽ കണക്ട് ചെയ്ത് ഒരിടത്ത് കൊണ്ടിട്ട് ഒരു കൺഫ്യൂഷൻ സൃഷ്ടിക്കുക, പിന്നെ ഓടിക്കുക. ആ ഒരു റോളർ കോസ്റ്റർ പരിപാടിയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോഴേക്കും അതിന് സിനിമയ്ക്ക് അതിൻ്റെ സ്പീഡ് ഒരു ഘടകമാണത്. കുറച്ചുകൂടി ഒന്ന് ഫാസ്റ്റ് ആക്കിയിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കുമായിരുന്നു. ഇത്രയും സ്പൂൺ ഫീഡിങ്ങിൻ്റെ ആവശ്യമുണ്ടോ എന്ന് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് തന്നെ പലയിടത്തും ഒരു ആർട്ടിഫിഷ്യാലിറ്റിയും ഏച്ചുകെട്ടലും കുറച്ച് ഇഴച്ചിലുമൊക്കെ എനിക്ക് തോന്നിയിരുന്നു. അതുമാത്രമല്ല, ഇങ്ങനത്തെ സിനിമകൾക്കൊക്കെ സിനിമാറ്റോഗ്രഫിയൊക്കെ ഇത് ചുമ്മാ സിമ്പിളായിട്ട് എടുക്കേണ്ട സാധനമാണെന്ന് വിചാരിച്ചാൽ പോലും സിനിമാറ്റോഗ്രഫിയും ടെക്നിക്കലിയൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിത്. അതിനെക്കുറിച്ചൊന്നും ഞാൻ പറഞ്ഞില്ല, ടെക്നിക്കലി ഒന്നും ഞാൻ പറയുന്നില്ല, കാര്യമായിട്ട് പറയാനൊന്നുമില്ല. സിനിമയിൽ തുടക്കം ബേസിലിൻ്റെ കഥാപാത്രത്തിൽ നിന്നാണ് കഥ തുടങ്ങുന്നത്. ബേസിൽ തന്നെയാണ് സിനിമയുടെ നായകനും. ബേസിലിൻ്റെ കഥാപാത്രത്തിൽ കൂടി തന്നെയാണ് കഥ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന എല്ലാ കഥാപാത്രങ്ങളും കണക്റ്റ് ആവുന്നതും ബേസിലാണ്. ബേസിലിന് കിട്ടിയ റോള്, ബേസിലിന് പറ്റിയ റോള് ബേസിൽ കിടിലായിട്ട് ചെയ്തിട്ടുണ്ട്. ത്രൂ ഔട്ട് ചിരിപ്പിച്ചിട്ടുള്ളതിൽ ഒരാൾ ബേസിലാണ്. രണ്ടാമത്തെ ആളെന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഹാഫിനെ ഒന്ന് ഹൈ ആയിട്ട് നിർത്തിയത് നമ്മുടെ ബൈജു ചേട്ടനാണ്. ബൈജു ചേട്ടൻ ഒരു രക്ഷയില്ലടേ. ബൈജു ചേട്ടൻ സ്ക്രീനിൽ ഇല്ലാത്ത, അതായത് ആ സ്ഥലത്ത് ബൈജു ചേട്ടൻ ഉണ്ട്, പക്ഷെ സ്ക്രീനിലില്ല, വേറെ ആൾക്കാരുടെ ഫോക്കസ് ചെയ്യുന്നത്. ആ സമയത്തും ഇങ്ങനെ കുറേ ശബ്ദം കൗണ്ടറൊക്കെ ബാക്കിൽ നിന്ന് നമുക്ക് കേൾക്കുന്നുണ്ട്. അതൊക്കെ കിടുവായിരുന്നു. പിന്നെ ഒരുപാട് പേര് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഗ്രേസ് ആൻ്റണി അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. ഗ്രേസ് ആൻ്റണിയും ചിരിപ്പിച്ചിട്ടുണ്ട്. അജു വർഗീസ് സ്ക്രീൻ ടൈം കുറവാണ്, അജു വർഗീസും ചിരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ നിഖില വിമലും സ്വാസികയും അവർക്ക് വലിയ റോളൊന്നുമില്ല. നിഖിലയിലാണ് മെയിൻ കഥ തുടങ്ങുന്നത്. ബേസിലിൻ്റെ വൈഫായിട്ടാണ്, പക്ഷേ സ്ക്രീൻ ടൈം കുറവാണ്. സ്വാസിക തീരെയില്ല. പിന്നെ ശ്യാം മോഹനും ഒരു ചെറിയ റോൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് സിദ്ദിഖാണ്. സിദ്ദിഖ് അറിയാമല്ലോ, സിദ്ദിഖ് ഏത് റോൾ കൊടുത്താലും സിദ്ദിഖ് ഗംഭീരമായിട്ട് ചെയ്യും. ഇതിലും സിദ്ദിഖ് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ ക്യാരക്ടറിന്, അതായത് കഥാപാത്രത്തിന് വലുതായിട്ട് കോമഡി സൃഷ്ടിക്കാനുള്ള ഒരുപാട് സാധനങ്ങളൊന്നുമില്ല. പക്ഷേ അദ്ദേഹം എന്നുള്ള അഭിനയ പ്രതിഭയിൽ അദ്ദേഹത്തിൻ്റെ അഭിനയം കൊണ്ട് കുറേ ചിരി നമുക്കിവിടെ ഉണ്ടായിട്ടുള്ളതാണ്. ഇടയ്ക്കിടയ്ക്കുള്ള എക്സ്പ്രഷനൊക്കെ അടിപൊളിയായിരുന്നു സിദ്ദിഖിക്ക്. അതുപോലെ മനോജ് കെ ജയൻ, പുള്ളിക്കും നല്ലൊരു റോളായിരുന്നു. പക്ഷേ ചിരിപ്പിക്കാനുള്ള സാധനങ്ങളൊന്നും കഥാപാത്രത്തിന് എഴുതി കൊടുത്തിട്ടില്ല. പിന്നെ ഇവർ കൂടുതലും ഈ വെള്ളമടി സീനിലാണ് ഇവർ വരുന്നത്. ഈ സിദ്ദിഖ് ഇത് സെക്കൻഡ് ഹാഫ് വരുമ്പോഴേക്കും ഒരു സൈഡിൽ കൂടി ബൈജു, ബേസിൽ അവരുടെ ഒരു ഏരിയ ഇങ്ങനെ കാണിച്ച് പാരലായിട്ട് നടക്കുന്ന കാര്യം ഇവരുടെ വെള്ളമടിയാണ്. സിദ്ദിഖ്, അൽത്താഫ്, അതുപോലെ ഈ മനോജ് കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ഭാഗങ്ങളൊക്കെ ഭയങ്കര ആർട്ടിഫിഷ്യലായിട്ട് എനിക്ക് തോന്നി. പടം ഒന്ന് ഗ്രിപ്പായി വരുമ്പോഴേക്കും ഇവരെ ഈ വെള്ളമടി കാര്യം എത്തുമ്പോഴേക്കും ഈ താഴെ പോവും, വീണ്ടും പൊങ്ങും, അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ആ സീനുകളൊന്നും ഒഴിവാക്കാനും പറ്റില്ല. കഥയിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണത്. അവിടെ കാര്യമായിട്ട് കാര്യങ്ങൾ സംഭവിക്കണുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുമില്ല. ഭയങ്കര കോമഡികൾ സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുമില്ല. പക്ഷേ അത് ഒഴിവാക്കാനും പറ്റില്ല. അപ്പോൾ അവിടെയൊക്കെ ഒന്നുകൂടെ ട്രിം ചെയ്ത് കുറച്ചുകൂടി സ്പീഡാക്കായിരുന്നു എനിക്ക് തോന്നി. ഞാൻ ജീത്തു ജോസഫിനെ പഠിപ്പിക്കാനൊന്നും ഞാൻ ആളല്ല. ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ അഭിപ്രായങ്ങളാണ് പറയണത്. അൽത്താഫ് സലീം അതുപോലെ തന്നെ ഉണ്ട്. വലിയ പുള്ളി എന്താണ്, ഇവർ വന്ന് നിന്നിട്ട് സ്കോർ ചെയ്ത് പോയി അവരൊന്നും അങ്ങനെയൊന്നും പറയാനുള്ള റോളൊന്നും ഇവർക്കില്ല. ആ പടം എനിക്കത് തോന്നിയത് ബൈജു സന്തോഷമാണ്. അസീസ് നെടുമങ്ങാടും കുഴപ്പമില്ലായിരുന്നു. ദിനേശ് പ്രഭാകറുണ്ട്. ബിനു പപ്പു ഉണ്ട്, നൈസായിരുന്നു. പിന്നെ സൈജു കുറുപ്പ്, ലെന, രാജേഷ് പരവൂർ, റിയാസ്, കലാഭവൻ, യൂസഫ്, അങ്ങനെ കുറേ പേരൊക്കെ സിനിമയിലുണ്ട്. നമ്മൾ മസിലൊന്നും പിടിക്കാതെ ചുമ്മാ ഒരു ലോജിക്കൊന്നും നോക്കാതെ ചുമ്മാ ഒരു പടം കണ്ട് ചുമ്മാ ചിരിച്ചിട്ട് കളഞ്ഞിട്ട് വരാം എന്നുള്ള ഒരു സെറ്റപ്പിൽ കാണാൻ പറ്റിയ പടമാണ്. മോശമൊന്നുമല്ല. നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ പോയിരുന്ന് കുറച്ച് കണ്ട് ചിരിച്ചിട്ട് ഒരു ഫണ്ണായിട്ട് കണ്ടിട്ട് വരാവുന്ന ഒരു സിനിമയാണ് നുണക്കുഴി. പിന്നെ ഇപ്പം നിങ്ങൾ വാഴയാണോ നുണക്കുഴിയാണോ നിങ്ങൾ പ്രിഫർ ചെയ്യേണ്ടതെന്ന് എൻ്റെ ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് പടം കാണാൻ ഉദ്ദേശിക്കണമെങ്കിൽ നിങ്ങൾ വാഴയ്ക്ക് പോവുക. ഫാമിലിയുടെ കൂടെയാണ് പോകണമെങ്കിൽ നുണക്കുഴിക്ക് പോവുക. രണ്ടും ഏകദേശം ഒരേ ത്രാസിൽ തൂങ്ങുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത് ഒരു മോശം സിനിമയാണെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞോളാം. ഞാൻ നെഗറ്റീവ് അടിച്ചു അങ്ങനെ നിങ്ങൾ വിചാരിക്കരുത്. ഇതൊരു വാച്ചബിൾ പടം തന്നെയാണ്. പക്ഷേ എൻ്റെ ഒരു നിരാശയെന്ന് പറയണത്, ഈ തീം വെച്ചിട്ട് ഈ സാധനത്തിന് നമുക്കൊന്നുകൂടെ ലിഫ്റ്റ് ചെയ്തിട്ട് മറ്റേ വെട്ടം പോലെയോ കാക്കക്കുരു പോലെയോ അങ്ങനെ കുറച്ചുകൂടി സെറ്റാക്കി അടിപൊളി പൊട്ടിച്ചിരിക്കാനുള്ള സാധനങ്ങളാക്കി മാറ്റാനുള്ള സാധനങ്ങൾ ഇതുണ്ടായിരുന്നു. അങ്ങനെ ഒരു ചിരിച്ച് മറിയലൊന്നും തോന്നില്ല. പക്ഷേ
ചിരിച്ചിട്ടുണ്ട്. എന്നാൽ ചില സ്ഥലങ്ങളും ചില സിറ്റുവേഷനും ഒക്കെ കുറച്ച് ഏച്ച് കെട്ടിയതുപോലെ ബോറടിപ്പിച്ചിട്ടും ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. വരട്ടെ.